നമസ്കാരം. നമ്മളിന്ന് കുറച്ച് പഴയ കാലത്തിലേക്കൊന്ന് സഞ്ചരിക്കുകയാണ്. ഒരു 90, 92, 94 അന്നൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓട്ടോഗ്രാഫ് എഴുത്തുണ്ടായിരുന്നു. ആ ഓർമ്മകളുടെ ഓട്ടോഗ്രാഫിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇന്നത്തെ മാതിരി അന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ലൈക്ക് ഇതൊന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് നമ്മളെ പോക്കറ്റിലിരിക്കുന്ന പേന, ആ പേന കൊണ്ട് അവരുടെ ബുക്കിൽ എന്തോ എഴുതി നമ്മളൊരു ഒപ്പിട്ട് കൊടുത്തിരുന്നു. ആ സ്നേഹം അതൊരു വലിയ ലോകമായിരുന്നു. 90, 92 ആ ഓട്ടോഗ്രാഫിലെ കുറച്ച് വരികളിലൂടെ നമുക്കൊന്ന് ഓർത്തു പോയാലോ? നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പം ചിലവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിലെ കുറച്ച് വരികൾ നിങ്ങൾ ഇതിൻ്റെ താഴെ എഴുതി വിടുകൊണ്ടു. 1-2 വരി, കുറച്ച് വരികളൊക്കെ ഞാൻ വായിച്ച് പറഞ്ഞു തരാം. MA മറന്നാലും BA മറന്നാലും NA മറക്കരുത്. ഈ NA BA എന്നൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതി, മറ്റേത് മലയാളത്തിലും. ബിരുദങ്ങളെക്കാൾ വലുതാണ് സൗഹൃദം എന്ന് ഓർമ്മിക്കുന്ന ഒരു വരിയാണത്. അതായത് എഴുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈലുള്ളൂ കേട്ടോ, പറയുമ്പോഴല്ല. എന്ന മാതിരി വാടിയ പൂ ചൂടിയാലും ദേഷ്യപ്പെട്ട പൂ ചൂടരുത്. ചിലർ ചൂടിയ പൂ ചൂടരുത് എന്ന് എഴുതും. ദേഷ്യത്തെക്കാൾ ഉപരിയായി സ്നേഹത്തിന് സ്ഥാനം നൽകണം എന്നൊരർത്ഥമാണ് അതിലുള്ളത്. പിന്നെ മറ്റൊന്നെന്താ, വിജയം എന്ന 3 അക്ഷരം നിന്റെ സ്വന്തമാവട്ടെ. പ്രിയപ്പെട്ടവർ എന്നും ഉയരങ്ങളിൽ എത്തണമെന്നൊരാഗ്രഹിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു എഴുത്താണത്. അതൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ഓരോരുത്തരായി എഴുതിയ ആളുകളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരണം. നമ്മുടെ ക്ലാസ്സിൽ 10ാം ക്ലാസ് അതൊരു സംഭവമാണ്. എന്നമാതിരി ഓർത്ത് കാണാൻ ഹൃദയമുള്ളവർക്ക് ഈ ഓട്ടോഗ്രാഫ് ഓർത്തു കൊള്ളാം മറന്നാലും. സൗഹൃദം ഒരിക്കലും ആയിരുന്നില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുകയാണ് അതിൽ. പക്ഷേ ആ സൗഹൃദം ഇപ്പൊക്കെ എവിടെ? ആർക്കറിയാം? ഒരു ബന്ധമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ചില ആളുകളുടെയൊക്കെ മുഖം നമുക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരും. അന്നത്തെ 10ാം ക്ലാസ്സിൽ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, പക്ഷേ എൻ്റെ സൗഹൃദം ഉദിക്കുന്നത് നിൻ്റെ മനസ്സിലാണ്. ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സൗഹൃദം. നമ്മൾ പറയുമ്പോൾ എന്താണ് വിചാരിക്കും, പക്ഷെ അത് മനസ്സിലാണ് ആ സൗഹൃദം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ഒരു കോമഡി ആയിട്ട്, ചേര എന്നത് ഒരു ചെരിച്ചിൽ, ചെരിച്ചിൽ എന്നത് ഒരു കരച്ചിൽ, കരച്ചിൽ എന്നത് ഒരു മാച്ചിൽ, മാച്ചിൽ എന്നത് ഒരു പിരിച്ചിൽ. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും തമാശയായിട്ട് അവതരിപ്പിക്കുന്നൊരു വേർഡാണ്. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ കുറേ എഴുതിയിരുന്നു. ഇംഗ്ലീഷ് നമുക്ക് വലിയൊരു നിശ്ചയമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ വായിക്കണില്ല. കുറേ ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു, അത് അർത്ഥം അറിയില്ലല്ലോ. അത് എന്തും എഴുതാലും നമുക്കത് വിഷയമല്ല. അപ്പം മലയാളത്തിൽ കുറച്ച് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ അറിയാം. അതൊക്കെ നോക്കിയിട്ട് 1-2 ഒക്കെ അറിയുന്നതൊക്കെ ഇതിൻ്റെ അടിയിലൊന്ന് എഴുതി വിടുകൊണ്ട് കമൻ്റായിട്ട്. എന്നമാതിരി, പരീക്ഷ എന്ന യുദ്ധത്തെ പേന എന്ന ആയുധം കൊണ്ട് നേരിടാൻ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരീക്ഷാക്കാലത്ത് ടെൻഷനെ അകറ്റാനുള്ളൊരു തമാശയായിട്ട് എഴുതി കൊടുത്തിരുന്നതാണത്. എന്നമാതിരി എന്താ, നിനക്ക് അസുഖം വരുമ്പോൾ ഞാൻ ഡോക്ടറായി വരും. പരിശോധിക്കാൻ മറക്കില്ല, ഒന്ന് പുഞ്ചിരിക്കാൻ നീ മറക്കരുത്. കൂട്ടുകാരൻ്റെ വേദനയിലൊപ്പം നിൽക്കുന്നൊരു കരുതൽ അല്ലേ? എന്നമാതിരി, ചായ കുടിക്കാൻ കപ്പ് വേണം, കാമുകിക്ക് ലവ് ലെറ്റർ എഴുതാൻ കവറുകൾ വേണം, എനിക്ക് മാത്രം ഒന്നും വേണ്ട, നിൻ്റെ ഓർമ്മ മാത്രം മതി. സ്നേഹത്തോടെയുള്ളൊരു കുസൃതി. എന്താ സ്നേഹം ഇല്ലേ? ഇപ്പോഴും നമുക്ക് ഒരുപാട് വീടുകളിൽ ചിലവരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും, ചിലവരതൊക്കെ പോയിട്ടുണ്ടാകും. എങ്കിലും അത് പോയവരൊക്കെ അത് തിരഞ്ഞ് നോക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ചോദിച്ചോലൊക്കെ പറയലെന്താണ്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നോടാ, കാണാനല്ല. എങ്കിലും ഒന്നും കൂടി തിരഞ്ഞു നോക്ക്. പഴയ SLC ബുക്കൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ അത് കാണും. എന്ന മാതിരി, ഞാനൊരു വലിയ ഡോക്ടറാണ്, പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ രോഗം മാറ്റാൻ എനിക്ക് മരുന്നില്ല. ഒരു തമാശ പ്രണയവരിയാണിത്. പിന്നെ മനസ്സിനെ തൊടുന്ന കുറേ ഇതുണ്ടാകും, തമാശയൊക്കെ കൂടിയുള്ളത്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. പ്രിയപ്പെട്ടവർ ഇല്ലാത്ത ജീവിതത്തിൻ്റെ ഒരു ശൂന്യതയാണത്. ഇപ്പോഴും നമ്മൾ ആ ഒരു വേർഡ് ഉപയോഗിക്കാറുണ്ട്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഈ ഉപ്പില്ലാത്ത കഞ്ഞി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ഉപ്പില്ലെങ്കിലേ ഉള്ളൂ അതിൻ്റെ ആ കഞ്ഞിയുടെ ഒരു ടെൻഷൻ നമുക്ക് മനസ്സിലാകുക. അതുപോലെയാണ്. എന്നമാതിരി, നമ്മൾ നടന്ന വഴികളിലൊക്കെയും നീ എന്ന കവിതയുടെ അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. കഴിഞ്ഞു പോയ ഓരോ നിമിഷവും കവിത പോലെ മനോഹരമാണ്. ഏതോ ഒരു കവി എഴുതിയ പോലെയാണ് എഴുതിക്കണത്. കവിയാണോ എന്താണോ എന്ന് നമുക്ക് ഓർമ്മ കിട്ടൂല, അത്രയും പഴകിപ്പോയില്ലേ. എന്നമാതിരി, കണ്ണുകൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഹൃദയത്തിനറിയാം നീ എൻ്റെ ഓർമ്മകളിൽ എവിടെയോ ഉണ്ടെന്ന്.
എത്ര ദൂരാണെങ്കിലും കണ്ടോ, ദൂരങ്ങൾക്കപ്പുറം സ്നേഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ വരികളിൽ കാണാൻ കഴിയുന്നത്. നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാവും. എന്ന മാതിരിയാണ് ഓർമ്മകൾ പൂട്ടിവെക്കാൻ ഒരു താക്കോൽ വേണം. ആ താക്കോൽ എൻ്റെ പ്രണയമാണ്. സ്നേഹം കൊണ്ട് തുറക്കാവുന്ന ഒരു ഓർമ്മകളാണ്. ആലോചിച്ചൊക്കെ, ഓർമ്മകൾ പൂട്ടിവെക്കാനൊരു താക്കോൽ വേണം. ആ താക്കോൽ എൻ്റെ പ്രണയമാണ്. അപ്പോൾ ഈ പ്രണയം കൊണ്ടുള്ളത് തുറയാന്നുള്ളതാണ് ആ കവി, അന്നത്തെ ആ കവി ഉദ്ദേശിച്ചത്. എഴുതാൻ വാക്കുകൾ തികയുന്നില്ല, പറയേണ്ടതെല്ലാം നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിലാക്കിക്കോളൂ. ഒരു മൗനത്തിൽ ഭാഷ പറയുന്നൊരു പ്രണയമാണത്. അതായത് മടിയായിട്ട് മുഖത്ത് നോക്കാൻ മടിച്ച് നിൽക്കുന്ന കുറേ പ്രണയിനികൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ആ ഒരു എഴുത്ത്, ആ ഒരു വരിയാണത്. പിന്നെ നമ്മളൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്യും, മറ്റേ ആളത് നോക്കിയിട്ട് അടുത്തത് എടുത്തിട്ട് ഇതിൽ എഴുതി കൊടുക്കും, ഇതത്തെ എടുത്തിട്ട് അതിൽ എഴുതി കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുത്ത് അങ്ങനെയാണ് നമ്മളൊക്കെ ഇതാക്കിയിരുന്നത്, എഴുതി വിട്ടിരുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിലൊന്നും വല്ലാതെ വന്നിരുന്നില്ല. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ പഴയ ക്ലാസ് മുറികൾ, ആ ഇടവേള, ആ ബെല്ലടിച്ച സെക്കൻഡ് ബെല്ലുള്ള ഇടവേള, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. കാലം എത്ര മാറിയാലും ഈ അക്ഷരങ്ങൾ നമ്മളോട് ഇന്നും സംസാരിക്കും. നിങ്ങളുടെ ഓട്ടോഗ്രാഫ് പുസ്തകത്തിൽ ആരെങ്കിലും കുറിച്ചിട്ട പ്രിയപ്പെട്ട വരി ഏതാണ്? അത് താഴെ കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടുകയാണെങ്കിൽ. എന്നിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ കണ്ടിട്ടതിന് കമൻറ്റ് പറഞ്ഞാലോ, ഞാൻ ഇന്ന സ്ഥലത്ത്. നമ്മുടെയൊക്കെ പഴയ ആളുകൾ, അന്ന് പഠിച്ച, നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം ചിലവർ ഡോക്ടറാവാം, പോലീസാവാം, ആ ഒരു ഇതിലാവാം, കളക്ടറായിട്ടുണ്ടാവും, എൻജിനീയേഴ്സ് ആയിട്ടുണ്ടാവും. നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ഒക്കെ നമ്മളുടെ ഒരു ലോകത്താണ്. ഒരുപാട് വലിയ ആളുകളും ഒന്നുമില്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി നമുക്കൊരു കൂട്ടായി നമുക്ക് കണ്ടെത്താൻ കഴിയണം. അത് നമുക്ക് കുറേ ആളുകളെ ഓർമ്മ ഉണ്ടാകും, പക്ഷെ എവിടെയാണെന്നറിയില്ല. കോണ്ടാക്ട് നമ്പറില്ല, കോണ്ടാക്ട് ലിസ്റ്റ് ഇല്ല. ഒന്ന് വിളിക്കണം, ഒന്ന് കാണണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഓർമ്മകളിലുണ്ട്, എൻ്റെ ഓർമ്മകളിലുണ്ട്, നമ്മുടെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും കിട്ടാനൊരു വഴിയില്ല. പക്ഷേ ഒരുപാട് സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ള ഈ ഒരു കാലത്ത് അവരെ കണ്ടെത്തുക തന്നെ വേണം. അവരെ എല്ലാവരും കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വിഷയവുമായി, രസകരമായൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.